ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ വിപ്ര ഏലിയൻ. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ബാലൻ ദ ബോയ് സാധാരണ സിനിമയാണെന്ന് കരുതി കയറിയാൽ ശരിക്കും സർപ്രൈസ് കിട്ടും. മഞ്ഞുമൽ ബോയ്സ് ശേഷം സംവിധായകൻ ചിദംബരം വീണ്ടും തന്റെ വ്യത്യസ്തമായ സ്റ്റോറി ടെല്ലിംഗ് കൊണ്ട് ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. ജിത്തു മാധവന്റെ റൈറ്റിംഗ് സിനിമയ്ക്കൊരു സൈക്കോളജിക്കൽ ഡെപ്ത് നൽകുന്നുണ്ട്. അമ്മയും മകനും തമ്മിലുള്ള ബന്ധം, സർവൈവൽ, ഐഡന്റിറ്റി എന്നീ കാര്യങ്ങൾ വളരെ ശക്തമായി സിനിമ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സുഷിൻ ശ്യാമിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഓരോ സീനിനും വേറൊരു ഫീൽ കൊടുക്കുന്നു. ഫസ്റ്റ് ഹാഫ് ചിലർക്ക് കുറച്ച് സ്ലോ ആയി തോന്നിയേക്കാം, പക്ഷേ സെക്കൻഡ് ഹാഫിൽ സിനിമ നന്നായി പിടിച്ചിരുത്തും. പെർഫോമൻസ് വൈസ് എല്ലാവരും മികച്ചതായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ബാലന്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ച മുഹമ്മദ് സിനാനാണ്. ഡയലോഗില്ലാതെ കണ്ണുകൾ കൊണ്ട് മാത്രം ഇമോഷൻ കൺവേ ചെയ്യുന്നുണ്ട്. ഫർസാന പലാത്തിങ്കൽ അമ്മയുടെ കഥാപാത്രത്തിൽ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ചെറിയ സ്ക്രീൻ ടൈമിൽ വന്ന ടൊവിനോ തോമസ്, ജീൻ പോൾ ലാൽ, ഗിരീഷ് എ.ഡി. എന്നിവരും അവരുടെ കഥാപാത്രങ്ങൾ നന്നായി ചെയ്തിട്ടുണ്ട്. മാസ് എലമെന്റ്സ് പ്രതീക്ഷിച്ചു പോകുന്നവർക്ക് ഇത് പറ്റണമെന്നില്ല, പക്ഷെ കണ്ടന്റ് ഡ്രിവൻ ഇമോഷണലി എൻഗേജിംഗ് സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് ബാലൻ ദ ബോയ് തീർച്ചയായും ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. റേറ്റിംഗ് 4/5. കൂടുതൽ വീഡിയോകൾക്കായി വിപ്ര ഏലിയൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ഗൈസ്.